ഇന്നത്തെ രാവിലത്തെ ഒരു വിശേഷം കേട്ടോ. രാവിലെ തന്നെ നീറ്റപ്പോൾ തന്നെ സമയം കുറേയായി. അപ്പോൾ അങ്ങനെ കടന്നു അങ്ങനെ കടന്നു അങ്ങനെ നീറ്റാൻ നേരം വൈകി. രാവിലെ നീറ്റ് മുറ്റടിച്ച് വരിക കേട്ടോ. മുറ്റടിച്ച് വരിക കഴിഞ്ഞ് മുറ്റടിച്ച് വരികപ്പോഴാണ് നമ്മളെ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടേ നിറച്ചും പുല്ലുണ്ട്. നമ്മളെ മുറ്റം നിറച്ചും പുല്ലാണ്. ഒക്കെ ഒന്ന് പറിച്ച് റെഡിയാക്കിയിട്ടുള്ളൂ. ഇപ്പുറത്ത് കൂടി പറിച്ച് വരുമ്പോഴേക്കും അപ്പുറത്ത് കൂടി പുല്ല് മുളച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം പുല്ലുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ സീതപ്പഴം ചെറിയൊരു മരം കേട്ടോ. അതുമ്പോൾ സീതപ്പഴം ഉണ്ടായിരുന്നു. ഇത് ഉണ്ടാവാൻ പണിയാണ്, പക്ഷേ കണ്ടപ്പോൾ ഒരു സന്തോഷം. അതുപോലെ മൾബറി ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ മൾബറിയൊക്കെ മഴ പെയ്തുകൊണ്ടേ കഴിക്കാൻ രസമില്ല, മധുരമില്ല. അപ്പോൾ പിന്നെ ഇതൊന്നും ഇപ്പോൾ ആരും എടുക്കലില്ല. പിന്നെ അതിൻ്റെ ഇലക്കെ എടുത്ത് നമ്മളിങ്ങനെ കറി വയ്ക്കും. അതൊക്കെ കഴിഞ്ഞ് അലക്കലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലത്തെ ചായ പരിപാടിയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അതിക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കണേ. മുട്ട ഉടച്ച് അതിൽ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ശകലം നല്ല കേട്ടോ, നല്ല വെള്ളം വേണം. കറി വേണം. നമുക്ക് കറി ഒഴിച്ചിട്ട് അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഗോതമ്പ് ദോശ അടുപ്പം തന്നെ ഗോതമ്പ് ദോശയും പാർന്നു. ഈ ചോറൊക്കെ വയ്ക്കണം. അപ്പോൾ പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. അമ്മൂനെ +1 ചേർത്തു. മലപ്പുറത്താണ്, ഗേൾസിലാണ് കിട്ടിയത്. ഇപ്പോൾ അതിൻ്റെ ഓരോ പരിപാടിയൊക്കെ ഉണ്ട്. പുസ്തകം വാങ്ങണം, ബാഗ് വാങ്ങണം, യൂണിഫോം വാങ്ങണം. ഒന്നും വാങ്ങിയിട്ടില്ല, ഒക്കെ ഒന്ന് വാങ്ങിച്ച് വേണം. അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ ദോശയൊക്കെ ചുറ്റു. പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ ഗോതമ്പ് ദോശ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ചൂട് കൊടുക്കുന്ന രസം. ചൂടാറിയ ഗോതമ്പ് ദോശ ഒന്നും ഇതില്ല. അത് തന്നെ മീനുണ്ടായിരുന്നു കേട്ടോ. അത് ചില വറവ് കഴിഞ്ഞിട്ടാണ് ഇത് കാണിച്ചത്. ഇത് അർജുന് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് ദോശ ഇട്ടപ്പോൾ അത് വറുത്തതാണ്. അപ്പോൾ ഇതാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടോ. ചായക്കുടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെണ്ടയ്ക്ക മോര് പാർന്ന് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിന് വെണ്ടയ്ക്ക കറി ഉണ്ടാക്കണം. വെണ്ടയ്ക്ക കടുകും മുളകും ഇട്ട് എണ്ണ ഒഴിച്ച് കടുകും മുളകും ഇട്ട് പൊട്ടിയിട്ട് അതിന് ശേഷം അതിന് വെണ്ടയ്ക്ക ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ തേങ്ങയും തൈരും അതൊക്കെ പാടെ കൂട്ടി അരച്ചത് ഒഴിച്ചിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നിരുന്നു. ശകലം മഞ്ഞൾപ്പൊടി ഇട്ടാൻ മറന്നതല്ല കേട്ടോ. മഞ്ഞ കളറില്ല. അപ്പോൾ ശകലം കൂടി മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഉപ്പ് ഇട്ടു. പിന്നെ നമ്മളെ വേപ്പില ഉണ്ടല്ലോ, കരിവേപ്പിൻ്റെ പച്ചയിലാണ് ഇങ്ങനെ ഇട്ട് ഇതാക്കി വയ്ക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക മോര് കറി ഇവിടെ ആയിട്ടോ. രസമാണിത്. പിന്നെ മോരൊഴിച്ച കറിയാണ് കുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ അർജുനും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുഴയ്ക്ക് പോവാട്ടോ കുളിക്കാൻ. അങ്ങനെ എല്ലാവരും പുഴയിൽ കുളിയൊക്കെ കഴിഞ്ഞ് പോരുന്ന രംഗമാണ്. മഴയും പെയ്തു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ്